ഇന്ത്യൻ നഗരങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്നാണ് നഗരപ്രളയങ്ങൾ അഥവാ നഗരമധ്യത്തിലെ വെള്ളക്കെട്ടുകൾ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ നഗരത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ അടിഞ്ഞുകൂടി നഗരപ്രളയത്തിന്റെ ഇരകളായി മാറിയിരുന്ന ആലപ്പുഴ നഗരസഭയിലെ ചാത്തനാട് കോളനിയെ ശാസ്ത്രീയമായ രീതിയിൽ വീണ്ടെടുത്ത വിജയകഥയാണിത്. ചാത്തനാടിന്റെ ദുരിതജീവിതം പറയാൻ 2 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കണം. മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത, വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ജനവാസ മേഖലയിൽ മലിനജലം കെട്ടിനിൽക്കുന്ന അവസ്ഥ, കോൺക്രീറ്റ് പോലുള്ള നിർമ്മിത ഭാഗങ്ങളിൽ വീഴുന്ന ജലം മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിലൂടെയുള്ള പ്രതിസന്ധികൾ തുടങ്ങി നഗരപ്രളയങ്ങൾക്ക് പല രൂപങ്ങളുണ്ട്. സങ്കീർണമായ ഇത്തരം പ്രശ്നങ്ങൾക്ക് കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. സമുദ്രനിരപ്പിനോട് ഏതാണ്ട് അടുത്തു നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് മറ്റേതൊരു പ്രദേശത്തെക്കാളും ഭീകരമായി ആലപ്പുഴ നഗരത്തെ പ്രളയങ്ങൾ ബാധിക്കും. ഭൂഗർഭജലനിരപ്പ് കൂടുതലുള്ളതിനാൽ വെള്ളക്കെട്ടുകളാണ് ആലപ്പുഴയുടെ പ്രധാന പ്രതിസന്ധി. ഖരമാലിന്യ നിർമ്മാർജ്ജനം, കക്കൂസ് മാലിന്യ സംസ്കരണം, തോടുകളുടെയും കനാലുകളുടെയും നവീകരണവും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് വെള്ളക്കെട്ടുകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നത്. വേമ്പനാട്ട് കായലിൻ്റെയും അറബിക്കടലിൻ്റെയും നടുക്കുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ നഗരം. നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന 3 കനാലുകളും 14 ഉപകനാലുകളും ചേർന്നിട്ട് 114 ചെറുകനാലുകളും അടക്കം വലിയൊരു ജലശൃംഖലയാണ് ആലപ്പുഴ നഗരത്തിലുള്ളത്. പ്രധാന കനാലുകളെ വൃത്തിയാക്കുന്നതിന്, മാലിന്യമുക്തമാക്കുന്നതിന് അതിലേക്ക് ഒഴുകിയെത്തുന്ന ഉപതോടുകളെ വൃത്തിയാക്കുകയും അതിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങളെ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ചാത്തനാടിന്റെ ചരിത്രം കൂടുതൽ ഭീകരമായിരുന്നു. കക്കൂസ് മാലിന്യം അടിഞ്ഞുകൂടിയ വെള്ളക്കെട്ടായിരുന്നു ഇവരുടെ ജീവിതം വഴിമുട്ടിച്ചത്. വീടുകൾക്കുള്ളിൽ പോലും മലിനജലം കയറുന്ന അവസ്ഥ. പണ്ട് ഇവിടെ ബാത്റൂമിലെ വേസ്റ്റുകളെല്ലാം ഒഴുകി ശോചനീയാവസ്ഥയിലായിരുന്നു. പുറത്തുനിന്ന് ഒരാൾക്കാർക്കും ഇതിലൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നഗരപ്രളയ ലഘൂകരണത്തിന്റെ ഭാഗമായി ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യമുക്തമായ ചാത്തനാട് എന്ന ലക്ഷ്യത്തിന് ജനകീയ പിന്തുണയോടെ നഗരസഭ മുന്നിട്ടിറങ്ങി. ജലമാലിന്യ സംസ്കരണത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാത്തനാട് കോളനിയിൽ ഖരമാലിന്യമാണെങ്കിലും അവരുടെ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് ആണെങ്കിലും അവരുടെ പാത്രം കഴുകുന്ന വേസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു വലിയ ദുരവസ്ഥയാണ് അവിടെ കനാലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ഒരു പ്രോജക്റ്റ് ആദ്യമായി പൈലറ്റ് എന്ന രൂപത്തിൽ നടപ്പാക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ചാത്തനാട് കോളനിയുമായി ബന്ധപ്പെട്ട് 52 കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നം പരിഹരിച്ചുകൊണ്ടാവണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. മലിനജലം ഒഴിവാക്കുകയും ഒപ്പം ആലപ്പുഴയുടെ ജീവനാഡികളായ കനാലുകൾ സംരക്ഷിക്കുക എന്നതും ഒരുപോലെ പ്രാവർത്തികമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കനാൽ സംരക്ഷണത്തിന് മേൽനോട്ട ചുമതലയുള്ള കാനാൽപിയുടെയും IIT ബോംബെയുടെയും സാങ്കേതിക സഹായത്തോടെ പുതിയൊരാശയം പ്രാവർത്തികമാക്കി. വീടുകളിൽ നിന്നുള്ള ഖരമാലിന്യങ്ങൾ തോടുകളിലേക്കും കനാലുകളിലേക്കും വലിച്ചെറിയാതിരിക്കാൻ വേണ്ട ബോധവൽക്കരണ നടപടികൾക്കൊപ്പം പബ്ലിക് ടോയ്ലറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഓരോ വീടുകളിലും സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് നടപ്പിലാവുന്ന വിധം മാലിന്യ സംസ്കരണത്തിന് വേണ്ട നൂതന ആശയം നടപ്പിൽ വരുത്തുകയും ചെയ്തു. ചാത്തനാട് കോളനിയിലെ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിൽ ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്ന ഒരു സാങ്കേതിക പരിഹാരം നമ്മൾ കൊണ്ടുവരികയുണ്ടായി. അടുക്കളയിൽ നിന്നുള്ള മാലിന്യവും പിന്നീട് സെപ്റ്റേജ് മാലിന്യവും നമ്മളൊരു കോമൺ സെപ്റ്റി ടാങ്കിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഒരു അനേറോബിക് ബാഫിൽ റിയാക്ടറിലൂടെയും ഒരു അനേറോബിക് ഫിൽറ്ററിലൂടെയും ഇത് കടത്തിവിട്ടതിന് ശേഷം ഒരു കൺസ്ട്രക്ഷൻ വെറ്റ്ലാൻഡിലോട്ട് കൊണ്ടുവരുന്നു. ഈ കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡിലുള്ള പ്ലാന്റ്സിൻ്റെ റൂട്ടിലൂടെ ഇത് കടന്നു പോവുകയും ശേഷം ഒരു 80% ശുചീകരിച്ച് ഇത് കനാലിലോട്ട് ഡയറക്റ്റ് വിടുകയും ചെയ്യുന്നു. ജലാശയങ്ങൾ മാലിന്യം തള്ളാനുള്ള ഓടകളല്ല എന്ന തിരിച്ചറിവ് കൂടി പകർന്ന് 2 വർഷത്തിനിപ്പുറം
ചാത്തനാടന്റെ ഹൃദയധമനി പോലെ മാലിന്യമുക്തമായ ജലം കനാൽ വഴി ഒഴുകുകയാണിന്ന്. ആലപ്പുഴ നഗരസഭ നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കണ്ടു എന്നതിന്റെ തെളിവാണ് പ്രദേശത്തെ ജനങ്ങളുടെ സന്തോഷകരമായ ഇന്നത്തെ ജീവിതം.